ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു പെൺകുട്ടി അത്. അബിയുടെ വീഡിയോ ആ കുട്ടി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ്. അബി മാത്രമല്ല, ഇതിനു മുമ്പ് പലരും ആ കുട്ടിയുടെ ഇരയായിട്ടുണ്ട്. അപ്പോ ഇതവളുടെ സ്ഥിരം പരിപാടിയാണല്ലേ? അതെ. ഇതിന് ശാശ്വതമായ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റുമോ എന്ന് നീ നോക്ക്. ഈ കല്യാണം വേണ്ടെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. ആ, അത് ഞങ്ങൾ വന്ന് പറഞ്ഞതല്ലേ, അന്ന് ആരും കേട്ടില്ലല്ലോ. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നത്. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? തലയിലെടുത്ത് വെച്ചു പോയില്ലേ, അനുഭവിക്കാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ആ, അങ്ങനെയൊക്കെ ചിന്തിച്ചാ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവും ഒരിക്കലും ഉണ്ടാവില്ല ചന്ദ്രമതി. അതെ, നമുക്ക് ഈശ്വരനായിട്ട് പല അവസരങ്ങളും മുന്നിൽ കൊണ്ടുവന്നിട്ട് തരും. അത് നമ്മളങ്ങ് ഉപയോഗിക്കാൻ പഠിക്കണം. ഇതിപ്പോ നിനക്ക് കിട്ടിയൊരു അവസരമാ. ഈ വീടും ഭരിച്ച് റാണിയെ പോലെ ഓർഡർ ഇട്ട് നിങ്ങളെ എല്ലാം വരച്ച വരയിൽ നിർത്തുന്നത് പൂർണിമയല്ലേ? അവളുടെ പ്രവൃത്തികൾ തെറ്റാണെന്നും അവളുടെ തീരുമാനങ്ങൾ പിഴച്ചുപോയെന്നും നിങ്ങൾക്ക് പറഞ്ഞു ഉറപ്പിക്കാമല്ലോ. അതുകൊണ്ട് എന്താ പ്രയോജനം? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയൊന്നും സംഭവിക്കാതെ നോക്കാമെന്ന് പറഞ്ഞ് അവൾ അങ്ങ് തടിയൂരും. വെറുതെ വായിട്ടലയ്ക്ക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ സമ്മതിക്കരുത്. ഈ പ്രശ്നത്തിന്റെ പേരും പറഞ്ഞ് ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന് പറയണം. പൃഥ്വിക്കിനി അവളെ വേണ്ടാന്ന് പറഞ്ഞ് തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങണം. എന്നിട്ടേ നല്ലൊരു കുടുംബത്തിൽ നിന്ന് കൊള്ളാവുന്നൊരാലോചന ഞങ്ങൾ കൊണ്ടുതരാം. ചേച്ചി, അമ്മാവനും അമ്മാവിയും പറഞ്ഞാണ് ശരി. ഞങ്ങള് മനസ്സിൽ എന്ത് വിചാരിച്ചോ അതാണ് അമ്മാവനും അമ്മാവിയും പറഞ്ഞത്. എന്റെ സഹദേവ, ഉള്ളത് പറയാലോ. അന്ന് ആ കല്യാണം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയതിനു ശേഷമേ എനിക്കൊരു മനസമാധാനവും കിട്ടി. അയ്യോ, അപ്പൊ ഞങ്ങൾക്കോ അമ്മാവാ? നമ്മുടെ ചെക്കനെ ഒരു പടുകുഴിയിൽ ചെന്നാണല്ലോ ചാടിയെന്നോർത്ത് വല്ലാത്ത വിങ്ങലായിരുന്നു. കേട്ടാ, അതിന്ന് അവനെ എങ്ങനെ രക്ഷിക്കാന്നോർത്തിരിക്കുമ്പോഴാ ഇങ്ങനൊരു ചാൻസ് വന്നത്. സത്യം പറഞ്ഞ ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞങ്ങൾ ഈ വഴി വന്ന് ഇവിടെ കേറിയിട്ട് ബാംഗ്ലൂർക്ക് പോവാന്ന് തീരുമാനിച്ചത്. അത് വളരെ നന്നായി. ചേച്ചി ഒരു പാവമാണെന്നേ. പൂർണ്ണിമയും മഹിയേട്ടനും എന്തെങ്കിലും പറഞ്ഞ ചേച്ചി പിന്നെ മറുത്തൊന്നും പറയില്ല. ചേട്ടന്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാലോ. പൂർണിമ പറയുന്നതിനപ്പുറം ചേട്ടൻ ഒന്നും പറയൂല ചെയ്യൂല. ഓ, പിന്നെ ചേച്ചിയോടെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്കും ചില പരിമിതികളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളാവുമ്പോ അത് വേണ്ട വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. കേട്ടല്ലോ ചന്ദ്രേ, വീട്ടിലുള്ളവർക്ക് വരെ കാര്യങ്ങളൊക്കെ അറിയാം. ഇനിയും നീ ഇങ്ങനെ പ്രതികരിക്കാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നിന്റെ മോന്റെ ഭാവിയുടെ കാര്യം. എന്റെ ചന്ദ്രേ, അവസരങ്ങൾ നമുക്ക് എപ്പോഴും വന്നിട്ടണമെന്നില്ല. കിട്ടുമ്പോ നമ്മൾ അതങ്ങ് ഉപയോഗിച്ചോണം. ചന്ദ്ര എന്താ ഒന്നും പറയാത്തെ? ഞാനെല്ലാം കേൾക്കുമായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ശരിയാ. പക്ഷേ പൃഥ്വി അക്ഷിതയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അത്രയും കാലം നമ്മുടെ മുന്നിൽ എന്തൊക്കെ അവസരങ്ങൾ വന്നിട്ട് ഒരു കാര്യമില്ല. ഇന്ന് രാവിലെ ഈ വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ അവളുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി സംസാരിക്കാനിരുന്നതാ. ഞാൻ അവനോട് പറഞ്ഞതുവാ. അതുപോലും അവൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ അവളെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ നടക്കുവോ? എടി, അവൻ നിന്റെ മോൻ തന്നെയല്ലേ? അവനെ വളർത്തിയത് നീ തന്നെയല്ലേ? പിന്നെന്താ അവനിത്ര കേൾക്കാൻ ബുദ്ധിമുട്ട്? അങ്ങനെ ചോദിച്ചാ പിള്ളേര് വളർന്നു കഴിഞ്ഞാ പിന്നെ നമ്മൾ പറഞ്ഞ കേക്കുവോ? വിവേക് ഇപ്പൊ ബാംഗ്ലൂർ പോയി നിൽക്കുന്നത് അവന്റെ ഭാര്യയ്ക്ക് അവിടെ ജോലിയുള്ളതുകൊണ്ടല്ലേ. അതുപോലല്ലോ ഇത്. ഞാൻ പൃഥ്വിയെ ന്യായീകരിച്ചതല്ല. ഞാൻ പറയുന്നത് എന്റെ മോൻ അക്ഷരം പ്രതി അനുസരിച്ചിരുന്നെങ്കിൽ അവനെ കൊണ്ട് ഈ വിവാഹം കഴിപ്പിക്കുമായിരുന്നോ? അതൊന്നും നോക്കണ്ട. ആമ്പിള്ളയുടെ മനസ്സ് എപ്പോ വേണേലും മാറാന്നേ. അവൻ ആ പെണ്ണിനോടുള്ള താല്പര്യം കുറയുമ്പോ നീ ആ അവസരം മുതലെടുത്താ മതി. നമുക്ക് വലുത് നമ്മുടെ കുടുംബവും കുടുംബ മഹിമയും പാരമ്പര്യവും ഒക്കെ തന്നെയാ. അതില്ലാത്തവരെ ഒഴിവാക്കാൻ ഒരു മടിയും കാണിക്കണ്ട. അതാണ് ശരി. ഹലോ അഖിൽ. ജെഡി, ഞാൻ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തു. സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു പെൺകുട്ടി അത്. അബിയുടെ വീഡിയോ ആ കുട്ടി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ്. അബി മാത്രമല്ല, ഇതിനു മുമ്പ് പലരും ആ കുട്ടിയുടെ ഇരയായിട്ടുണ്ട്. അപ്പോ ഇതവളുടെ സ്ഥിരം പരിപാടിയാണല്ലേ? അതെ. അവര് പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം വീഡിയോകൾക്ക് 1 മില്യൺ വ്യൂസ് ആണ്. അത് തന്നെയാകും
ഇത്തരം വീഡിയോസ് മനഃപൂർവ്വം ഉണ്ടാക്കാൻ അവർക്ക് പ്രചോദനമാവുന്നത്. ഓക്കെ അഖിൽ, ഇനി എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി ശരി. ഇനി ഒരിക്കൽ കൂടി ഒരു അഭിജിത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടത് ഉടനെ ചെയ്യണം. അതെ ജെഡി, എന്താ വേണ്ടതെന്ന് ജെഡി പറഞ്ഞാൽ മതി. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ. എന്നാ ശരി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ബാംഗ്ലൂരിൽ നിന്നേ തിരിച്ചു വരുന്ന വഴിക്ക് പറ്റുമെങ്കിൽ കേറാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. പൃഥ്വി അഷിതയും വിരുന്നിന് ബാംഗ്ലൂർക്ക് ക്ഷണിക്കണമെന്ന് വിവേക് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറയാം. ഇല്ലെങ്കിൽ അവർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. അത് ശരിയാ. അവിടെയൊക്കെ ചെന്നിട്ട് അവർക്കൊന്ന് മനസ്സമാധാനമായിട്ട് കറങ്ങണമെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറ്റില്ലല്ലോ. ഉം. അതൊക്കെ ചെയ്യാ ഇനി ഒരുപാട് സമയം കിടപ്പുണ്ടല്ലോ. ആ, പക്ഷെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഇതിനൊക്കെ പറ്റുമോന്ന് എനിക്കറിയില്ല. ഒന്ന് തീരുമ്പോ മറ്റൊന്ന് എന്ന് പറയുന്ന പോലെ തുടരെ തുടരെ ഓരോ ഇഷ്യൂസ് വന്നോണ്ടിരിക്കുവല്ലേ. എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചെറിയമ്മേ. ഓരോന്നും തരണം ചെയ്യുമ്പോ അവര് മനസ്സുകൊണ്ടും അനുഭവം കൊണ്ടും കൂടുതൽ ശക്തരാവും. ഇവർക്ക് തുടക്കത്തിലെ ഇത്രയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സന്തോഷം മാത്രം നിറഞ്ഞ ദിവസങ്ങളാവും ജീവിതത്തിൽ ഉണ്ടാവുക. ഇതൊക്കെ പറയാനും കേൾക്കാനും കൊള്ളാം. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ എന്താ എങ്ങനെയെന്നൊക്കെ ദൈവത്തിനു മാത്രമേ അറിയൂ. അങ്ങനെയാണെങ്കിലും നമ്മളിത് ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. അമ്മാവൻ പറഞ്ഞ പോലെ ഈശ്വരന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കോളൂ. അല്ല, അങ്ങനെയല്ല. കുറെയൊക്കെ നമ്മളും ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കണം. വെറുതെ തർക്കിച്ച് സമയം കളയാൻ നിൽക്കണ്ട. ഫ്ലൈറ്റ് മിസ്സാവാതെ സമയത്ത് എയർപോർട്ടിൽ പോയി ചെക്ക് ഇൻ ചെയ്യാൻ നോക്ക്. ആ ഓ ശരിയാ, എന്നാ നമുക്ക് ഇറങ്ങാം. ആ, എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ അമ്മാവനും അമ്മായും പോയോ? പോയെന്ന് തോന്നുന്നു. ഇറങ്ങുവാന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. തനിക്കവരെ തീരെ പിടിച്ചില്ലെന്ന് തോന്നുന്നു. അയ്യോ ഇല്ലേ, എന്തൊരു സാധനങ്ങളാ. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? കുറ്റം പറയാനും ഏഷണി കൂട്ടാനും അല്ലാതെ അവര് വാ തുറക്കുന്നത് ആഹാരം കഴിക്കാൻ മാത്രമായിരിക്കും. മൂർഖനേക്കാൾ വളരെ കൂടിയ വിഷം ഉണ്ടെന്നാ തോന്നുന്നേ. ഇവരെന്തിനാ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സൗകര്യം കെടുത്താൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവമാണ്. അതൊന്നും മാറ്റാനേ നമ്മളെ കൊണ്ട് പറ്റില്ല. അവർക്ക് ശരിയെന്ന് തോന്നുന്നത്, അവർക്ക് സന്തോഷം കിട്ടുന്നതുമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള കാര്യം നോക്കി നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു. സോ സിമ്പിൾ. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ചുമ്മാ പറയടോ. എനിക്ക് വീട്ടിലൊന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. അതിനെന്താ, നമുക്ക് പോവാലോ. തനിക്കൊന്ന് വീട്ടിൽ പോകാൻ ഇങ്ങനെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് പോയി വരാന്നതേ ഉള്ളൂ.